മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ ബി.ജെ.പിയിലേക്കുള്ള കൂറുമാറ്റം രാഷ്ട്രീയായുധമാക്കാൻ സി.പി.എം. കൂറുമാറ്റത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നു. ഒറ്റച്ചാട്ടത്തിന് ബി.ജെ.പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി. മോദി പറയുന്ന സ്ഥലത്തൊക്കെ ഒപ്പിട്ടുകൊടുക്കുന്ന പിണറായി വിജയനാണ് കോൺഗ്രസിനെ പരിഹസിക്കാൻ വരുന്നത് എന്നായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. അരുണാചൽ പ്രദേശിലും ഗോവയിലും കോൺഗ്രസ് എംഎൽഎമാർ കൂട്ടത്തോടെ കൂറുമാറി ബി.ജെ.പിയിലെത്തിയതിന്റെ കേരള മോഡലാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ കണ്ടതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെയാണ് മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങൾ ബി.ജെ.പിയിലേക്ക് പോയതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നവരും ഇരട്ടി വിളിക്കുമ്പോഴേക്കും ബി.ജെ.പി ആക്കാൻ മടിക്കില്ല എന്നാണ് ഇവിടെ തെളിയുന്നത്. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസാക്ഷിക്കുത്തില്ല. സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് ബി.ജെ.പിയുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിച്ചു. മന്ത്രിമാരടക്കമുള്ള മറ്റ് CPM നേതാക്കളും മറ്റത്തൂർ കൂറുമാറ്റത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ആകെ ഒലിച്ച് പോയി ബി.ജെ.പിയിൽ വിലയം പ്രാപിക്കുന്ന ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് അതെന്നുള്ളത് വ്യക്തമാണല്ലോ. കുമരകത്ത് പ്രത്യുപകാരം ബി.ജെ.പി കോൺഗ്രസിനെ സഹായിച്ചു LDFനെ പരാജയപ്പെടുത്താൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയത്തിനിടയിലുണ്ടായ കൂറുമാറ്റം കോൺഗ്രസിനെയും UDFനെയും പ്രതിരോധത്തിലാക്കി. സ്ഥാനമോഹികളാണ് പാർട്ടിയെ വഞ്ചിച്ച് ബി.ജെ.പിയിലേക്ക് കൂറുമാറിയതാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. കോൺഗ്രസിനെ വിമർശിക്കാൻ CPMന് എന്ത് അർഹതയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ ബി.ജെ.പി പോകണമെന്നാണ്. കാരണം ബി.ജെ.പിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. അല്ലാതെ അവരാരും രാജിവെച്ച് ബി.ജെ.പിയിലൊന്നും ചേർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള രാഷ്ട്രീയ അവസരം എന്ന നിലയിലാണ് മറ്റത്തൂർ കൂറുമാറ്റത്തെ CPM കാണുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.